നിനക്ക് എത്ര അച്ഛനുണ്ട്? എന്തീ പറയുന്നേ? അച്ഛന്റെ വേഷം കെട്ടി ജീവൻ സ്കൂളിൽ കൊണ്ടുപോയി ആരെയെന്നറിയോ? ആ കുഞ്ഞപ്പേ. ഒരുത്തനെങ്കിലും 4 അക്ഷരം പഠിച്ച് നന്നാകുമെന്ന് കരുതി. അയ്യോ, ഇങ്ങോട്ട് വരാനാ. നിന്റെ പഠിപ്പ് ഇന്നത്തോടെ തീർന്നു. നാ പിടിക്ക, തെളിക്കാൻ. നേരെടുത്ത് മായിച്ചാ മായില്ലല്ലോ. കനക, എണീക്ക്. നേരം വെളുത്തു. ഗോവണി കയറാനും ഇറങ്ങാനും ഒന്നും എനിക്ക് വയ്യ. തൈലം പൊട്ടിട്ട് നടുവേദനയ്ക്ക് ഒരു കുറവുമില്ല. യമുനയില്ലേ ഇവിടെ? അവള് പാത്രങ്ങൾ കഴുകുക. ഒരു വീടാവുമ്പോ എന്തൊക്കെ പണികൾ ഉണ്ടാവും. എല്ലാവരുടെയും തുണി അലക്കാന്ന് വെച്ചാ ചിലർ കാര്യാ. എനിക്കാണെങ്കില് വെളുത്തേടത്തി മാധവിയോട് വരാൻ പറയാം. നല്ല കഥയായി. ഓരോ തുണിക്കും എണ്ണി എണ്ണി കാശ് മേടിക്കും അവള്. എന്റെ തുണി ഞാൻ തന്നെ അലയിക്കോളാം. ഇതാ ഇപ്പൊ നന്നായേ. നീ തുണി അലക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇന്നെങ്കിലും ഒന്ന് പോ മോനെ. നീ പോയി വിളിക്കാതെ അവള് വരില്ല. വരണ്ട. ഇങ്ങനെ വാശി പിടിക്കരുത്. പാവല്ലേ. നീ വിളിക്കാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കാവൂ അവള്. ആ ഇരിക്കട്ടെ, ഞാൻ പോവില്ല. അമ്മ പറയുന്നതൊന്ന് കേക്കും മോനെ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പോകാനാവില്ല. ഇനി എന്നോട് പറയാൻ വേണ്ട. കേട്ട് കേട്ട് മടുത്തു. മീനൊക്കെ എന്താ വില? 2 അയലയ്ക്ക് 15 റുപ്യ, 15 റുപ്യക്ക് 5 മത്തി. ഓ, ചീഞ്ഞു പോണ സാധന. എങ്കിലൊരു പണി, മീൻ ചീഞ്ഞു പോണം. നീ ആ ചട്ടി കത്തി എടുക്ക്. വേൻ ചെല്ല്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലേ ലൈലേ, ഇത് നല്ല മച്ചയില ലൈലേ 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 ലൈല. വേൻ വാങ്ങിട്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈല. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ കുലുക്കുലുക്കു കുലുക്കുലുക്കു കുലുക്കു. ലൈലേ ലൈലേ ലൈലേ, ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലേ, ഇത് $5 കണ്ട പായവരിക്കുന്ന കൂത്തിച്ചി. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ.
ലീലേ, എടി ലീലേ, ഇവിടുന്ന് എവിടെ പോയി കിടക്കാം പണ്ടാറം? ഓ, ഞാൻ എവിടെയും പോയിട്ടില്ല. എന്താ വേണ്ടേ? ഒരു ഗ്ലാസ് കൊണ്ട് കഴിക്ക്. ഡോക്ടർ പറഞ്ഞത് ഗുളികയും മരുന്നും കഴിക്കാനല്ലേ? ഗുളിയും മരുന്നും കഴിച്ചോണ്ട് എന്റെ വിഷമം മാറില്ലടി. ഒഴുക്കി. ഈ ഒരു ഇത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഓ, ഇപ്പൊ എനിക്കായ കുറ്റം. എനിക്കറിയായിരുന്നോ? എവിടെങ്കിലും സൗകര്യത്തിന് അവൻ എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ കൊടുത്തോളാം. ഇനി കൊടുക്കാനും വാങ്ങാനും ഒന്നും പോണ്ട. അടങ്ങിയിരുന്നാ മതി. കനകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ പോയില്ലേ? എവിടെ പോവാൻ? പൊറുക്കണം, എന്നോട് പൊറുക്കണം. ചെറിയ ചെട്ടിയാരെ ഒന്ന് നിന്നേ. ചന്ത പോയതാ? ആ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്താ വിശേഷം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയണോ? അല്ലേ, എന്നോട് കരുതിക്കാൻ ഞാൻ എന്തോ ചെയ്തു? അവിടെ വന്ന് എണ്ണയും പിണ്ണാക്കും മോട്ടിച്ചോ? നീ ഇങ്ങ് വാ. ഞാനേ നല്ല പ്ലാവിലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം തിന്നിച്ചു പോ. വാ. എനിക്ക് വേണ്ട. ചെറിയ ചെട്ടിയാരെ, നിന്റെ കനകൻ ചേട്ടനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. കനകൻ ചേട്ടനെ അന്വേഷിക്കാനേ അവിടെ കസ്തൂരി ചേച്ചി ഉണ്ട്. വന്നോ? എടാ അവിടെ നിന്നേ. നേരാണോ നീ പറയുന്നേ? ഞാൻ എന്തിനാ കള്ളം പറയണം? കനകൻ ചേട്ടനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. ആളാകെ മാറി. എന്തായിട്ടത്? ഒന്നുമില്ല. ഞാൻ ചോദിച്ചുതരാം. പോകല കഴിഞ്ഞു കേട്ടോ. ചന്തേന്ന് വാങ്ങിച്ചോളൂ. കസ്തൂരിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കണം. എന്തോ വേണമെന്ന് അവള് കനകനോട് പറയുന്ന കേട്ടു. ആ, രണ്ടാളും കൂടെ ചന്തയിൽ പോയി ഒരു സർക്കിട്ട് അടിക്കട്ടെ. അവർക്കെന്നെ നോക്കി കൊണ്ടൊക്കെ മേടിക്കാലോ. അവിടെ തന്നെ കനക
ആ പെട്ടി താക്കോലിങ്ങനെ. എന്തിനാച്ചാ? കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, നീ വരാനല്ലേ പറഞ്ഞേ. ഇതാ, ഇന്ന് മുതൽ നീ കടയിരുന്നാ മതി. എന്നാ വിളി വാങ്ങടാ. ഇനിയും മുതൽ നീ ചക്കാട്ടിക്കോ. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ്, കയ്യിലും പിന്നിലും മതി. എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും കാലം ഞാനല്ലേ പീടി നോക്കിയത്, പിന്നെ ഇപ്പൊ എന്താ? തർക്കിക്കണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കാവില്ല ചാണകത്തിലും ചെളിയിലൊക്കെ. എന്താ പറഞ്ഞ? ഈ ചാണകത്തിലും ചെളിയിലും ചവിട്ടി നടന്നിട്ടാ നിന്നെയൊക്കെ ഇത്ര തീച്ചു പോറ്റത്. അടിച്ച് കണ്ണു മൂക്ക് ഒന്നാക്കി ഞാൻ. അച്ഛ വേണ്ട, അവൻ തന്നെ പൊയ്ക്കോട്ടെ. അത് അവന്റെ കയ്യിൽ കൊടുക്കൂ. എനിക്കും ചക്കാട്ടുന്ന ഇഷ്ടം. പറ്റില്ല, ചാണകത്തിലും ചെളിയുടെ മണം ഇവനും ഒന്ന് അറിയട്ടെ. മോളെ, അവന് നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് കൊടുക്കുക. അച്ഛൻ ചെയ്തത് നന്നായി. കനകനെ പിടിയിലിരുത്താന്ന് മുമ്പ് ഒരിക്കലും അച്ഛന് തോന്നിയിരുന്നില്ല. നടരാജന് പ്രയാസമുണ്ട്. ഇസ്തിരി ഇട്ട് ഉടുപ്പ് ഇട്ട് സെന്റും പൂശി കാലിലെടുത്ത് പോകാൻ പറ്റില്ലല്ലോ. വേണ്ട, അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നിന്നെ പോലെ അല്ല, ബുദ്ധിയുള്ളതാ, നടന്നോളും.